ഇന്ന് നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് പാലപ്പവും സ്റ്റൂ ആയിരുന്നു. അപ്പം ഇവിടെ സ്റ്റൂ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും ഈ ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ പിഴിഞ്ഞെടുക്കണ ബുദ്ധിമുട്ട് ഓർത്തിട്ട് ഇവിടെ സ്റ്റൂ ഉണ്ടാക്കാറില്ല. അപ്പോഴാണ് ഈ അടുത്തിടയ്ക്ക് ഞാനൊരു വീഡിയോയിൽ കണ്ടത് ഫ്രഷ് ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്റ്റൂ ഉണ്ടാക്കി അടിപൊളിയായിരിക്കുമെന്ന്. അങ്ങനെ ഫ്രഷ് ക്രീം വെച്ച് സ്റ്റൂ ഉണ്ടാക്കി. പറഞ്ഞതുപോലെ തന്നെ നമ്മൾ തേങ്ങാപ്പാൽ വെച്ച് ഉണ്ടാക്കുന്ന പോലത്തെ സെയിം ടേസ്റ്റാണ്, അധികം കഷ്ടപ്പാടുണ്ടായിരുന്നില്ല. അങ്ങനെ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞുവാവ എഴുന്നേറ്റു. അപ്പോൾ കുഞ്ഞുവാവേനെ പിടിച്ചുകൊണ്ട് നിന്നിട്ട് ഞാൻ കറി വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് പൊന്നു എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ വൺപയർ വലത്തുമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ് പൊന്നു കുളിച്ച് സുന്ദരിയായിട്ട് മദ്രസയിൽ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. ഉമ്മ ആ സമയത്ത് അടുത്ത പറമ്പിൽ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് കയറി വന്നുകൊണ്ടിരുന്ന കുറച്ച് ചെടിയൊക്കെ പറിച്ച് കളയായിരുന്നു. പിന്നെ ഉമ്മാനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അത് തൂത്ത് വൃത്തിയാക്കാനായിട്ട് വാപ്പായും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പണിയൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് ഉമ്മ നേരെ മീൻ വെട്ടാനായിട്ട് കയറി. നമുക്കിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന കൊഴുവയായിരുന്നേ. പല സ്ഥലത്ത് പല പേരാണ് പറയുന്നത്. ചില സ്ഥലത്ത് ഇതിന് നത്തോലി നത്തലെന്നൊക്കെ പറയും. നമുക്കിവിടെ ഇത് കൊഴുവയാണ് കേട്ടോ. അപ്പോൾ വെട്ടുന്നതിനനുസരിച്ച് ഇതാ താഴെ ഇരുന്ന് ഒരാൾ കഴിക്കുന്നുണ്ട്. ഇച്ചിരി കഴിക്കും റെസ്റ്റ് എടുക്കും, ഇച്ചിരി കഴിക്കും റെസ്റ്റ് എടുക്കും. ഇതാണ് ഇവന് ശീലമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ നേരം കൊണ്ട് ഇതാ കറിക്കുള്ള ഉള്ളി സവോളയൊക്കെ റെഡിയാക്കി എടുക്കുമായിരുന്നു. കുഞ്ഞാവ വന്നേ പിന്നെ എല്ലാം ഒരു ഹറിബറിയാണ്. കുഞ്ഞാവ എഴുന്നേൽക്കുന്നതിന് മുമ്പ് പണിയൊക്കെ തീർത്താലേ കുഞ്ഞാവേനെ കരയിക്കാതെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ.